1970 കാലഘട്ടത്തിൽ ഒരു പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികൾ അവിടെയുള്ള ഒരു ഭാഗം തകർന്ന് താഴോട്ട് വീഴുന്നു. അവർ ചെന്ന് വീഴുന്നത് പഴയ ഉപയോഗശൂന്യമായ ഒരു സ്വീവേജ് ടാങ്കിനുള്ളിലാണ്. അതിനുള്ളിൽ അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. കുറേയധികം മനുഷ്യരുടെ തലയോടുകളും എല്ലിൻ കഷ്ണങ്ങളും. പേടിച്ചരണ്ട കുട്ടികൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പുറത്തു കടന്ന് വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ആ നാട്ടിലെ ഇടവക വികാരി വന്ന് അത് പണ്ട് ഇവിടെ വലിയൊരു വരൾച്ച വന്നപ്പോൾ മരിച്ച ആളുകളുടേതാണെന്നും പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞ് അവിടെ വീണ്ടും വെഞ്ചിരിച്ച് മൂടുന്നു. കട്ടു 1925-1961 ടൈം. മതത്തെ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് സെക്സ് ബിഫോർ മാരേജ് വലിയൊരു പാപമായി കണ്ടിരുന്ന സമയം. വിവാഹത്തിന് മുൻപ് പ്രഗ്നന്റ് ആവുന്ന സ്ത്രീകളെ പുറം ലോകം കാണിക്കാതെ ഏകദേശം ഒരു 1.5 വർഷം അടച്ചിടാൻ പോകുന്ന മദർ ആൻഡ് ചൈൽഡ് ഹോംസ് സുലഭമായിരുന്ന കാലഘട്ടം. ഇരുട്ടുമുറിയിൽ തനിക്ക് ജീവിക്കാൻ പോലും അവകാശമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടികൾ പ്രസവിച്ച കുഞ്ഞിനെ നേരാവണ്ണം കാണുവാനോ സ്നേഹിക്കുവാനോ സമ്മതിക്കാതെ ആ ഹോമിലുള്ള കന്യാസ്ത്രീകൾ അവരെ തമ്മിൽ പിരിക്കുന്നു. 12ാം മാസം അമ്മ മാത്രം ഹോമിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളോ? അവർക്കെന്ത് സംഭവിച്ചു? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരുട്ടും വെളിച്ചവും. ഈ ഹോമിലുള്ള കുട്ടികൾക്ക് മറ്റു കുഞ്ഞുങ്ങളെ പോലെ സുന്ദരമായ ഒരു ബാല്യകാലം വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റു കുട്ടികളെ പോലെ ധാരാളം കളിപ്പാട്ടങ്ങളോ കൂടെ കളിക്കാനും ലാളിക്കാനും മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരിരുട്ടുമുറിയും അതിനുള്ളിൽ കുറേ ഹതഭാഗ്യരായ കുഞ്ഞുങ്ങളും. ഒന്നുറക്കെ കരഞ്ഞാലോ ചിരിച്ചാലോ പേടിപ്പിക്കുന്ന നോട്ടവുമായി അടുത്തു വരുന്ന കന്യാസ്ത്രീകൾ. പല രാത്രികളിലും വിശന്ന് തളർന്ന് കരഞ്ഞ് ഉറങ്ങേണ്ടി വരുന്നവർ. കളിക്കാനൊരു കളിപ്പാട്ടം പോലുമില്ലായിരുന്നു. എന്നാൽ ഈ ഹോം നടത്താനായി സ്റ്റേറ്റ് നല്ലൊരു തുക നൽകുന്നുണ്ടായിരുന്നു. പിന്നെങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നത്? എല്ലാ ക്രിസ്മസിനും ഈ കുട്ടികൾക്കായി പുതിയതും പഴയതുമായിട്ടുള്ള 100 കണക്കിന് കളിപ്പാട്ടങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾ ഹോമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ എവിടെ പോയി? ഇതിനേക്കാൾ വലിയ ക്രൂരത അവിടെ നടക്കുന്നുണ്ടായിരുന്നു. മരണം. ഹോമിലെ ഒരുപാട് കുട്ടികൾ നിരന്തരം മരണപ്പെട്ടുകൊണ്ടിരുന്നു. ഒന്നും രണ്ടുമല്ല, ഏകദേശം 800ഓളം കുഞ്ഞുങ്ങൾ പല സമയങ്ങളിലായി. ഇവരുടെയൊക്കെ ഡെത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് എടുത്തു നോക്കുമ്പോൾ മിക്കവരും മരിച്ചിട്ടുള്ളത് നിസ്സാരമായിട്ടുള്ള ട്രീറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് കാരണമാണ്. എന്ന് പറഞ്ഞാൽ പനി, ചുമ തുടങ്ങിയവ കാരണം. നഴ്സിംഗ് ട്രെയിനിങ് എടുത്തിട്ടുള്ള അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള കന്യാസ്ത്രീകളുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരം നിസ്സാര രോഗങ്ങൾ കൊണ്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നത്? എന്തുകൊണ്ട് അവർക്കിതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല? ഇതിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ മീസൽസ് രോഗം മൂലം മരണപ്പെട്ടിട്ടുണ്ട്. ഒരു പകർച്ചവ്യാധിയായിട്ടുള്ള ഈ രോഗം വന്ന കുഞ്ഞുങ്ങളെ മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റിക്കിടത്താനുള്ള യുക്തി പോലും അവർക്കില്ലാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഡെത്ത് റീസൺസിൽ മറ്റൊരു പ്രധാന മരണകാരണം മാൽന്യൂട്രീഷൻസ് കാരണം വരുന്ന രോഗങ്ങളാണ്. ഇത്രയധികം ഫണ്ടിങ് സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയിട്ടും ഒരു സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മതിയായ ഭക്ഷണം സപ്ലൈ ചെയ്യാൻ കഴിയാതിരുന്നത്? ഇനി ഈ ഡെത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളും യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ മദർ ആൻഡ് ചൈൽഡ് ഹോമിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ നല്ല ആരോഗ്യവും കാണാൻ നല്ല സൗന്ദര്യവുമുള്ള കുഞ്ഞുങ്ങളെ ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് അഡോപ്ഷനായി അഡ്വർടൈസ് ചെയ്യും. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇത്തരം കുഞ്ഞുങ്ങളെ ദത്തെടുക്കും. എന്നാൽ ഇതിൽ പലതും ഇല്ലീഗൽ അഡോപ്ഷൻസ് ആയിരിക്കും. കാരണം പ്രസവിച്ച അമ്മയുടെ കൺസെൻറ്റോടു കൂടിയൊന്നും ആയിരിക്കില്ല ഇത്തരം അഡോപ്ഷൻസ്. ഒരു ദിവസം രാവിലെ പതിവ് പോലെ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി അവൻ്റെ മുറിയിലെത്തുന്ന അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ സാധിക്കുന്നില്ല. കുഞ്ഞിനെ കാണാതെ ഭയന്ന് നിലവിളിച്ച് അവർ അവിടെയെല്ലാം ഓടി നടക്കും. ആ കുഞ്ഞ് അപ്പോഴേക്കും ആ രാജ്യം തന്നെ വിട്ടിട്ടുണ്ടാവും. ഇൻട്രസ്റ്റിംഗ്ലി, ഇങ്ങനെ ഡെത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ബറിയൽ റെക്കോർഡ്സും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് അത് നിർബന്ധമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാളെ എവിടെ സംസ്കരിച്ചു അല്ലെങ്കിൽ അയാളെ എവിടെ അടക്കം ചെയ്തു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ മരിച്ച ഈ കുഞ്ഞുങ്ങളെ എവിടെ അടക്കം ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു രേഖകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മരിച്ചുപോയ ഈ പറയുന്ന 800ഓളം കുഞ്ഞുങ്ങളെ അവർ എവിടെ അടക്കി? 1970 ആ 2 കുട്ടികൾ വീണ സ്വീവേജ് ടാങ്ക് ഈ മദർ ആൻഡ് ചൈൽഡ് ഹോമിന്റെ ഭാഗമായിരുന്നു.
ഈ ഹോം പൊളിച്ചതിന് ശേഷമാണ് അവിടെ അങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ട് വന്നത്. അപ്പോൾ ആ കുട്ടികൾ കണ്ടുവെന്ന് പറയുന്ന എല്ലിൻ കഷ്ണങ്ങൾ ആ കുഞ്ഞുങ്ങളുടേതാവുമോ? വാട്ട് ഇഫ് ഐ സേ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ സ്റ്റോറി, ദിസ് ആക്ച്വലി ഹാപ്പൻഡ്. അയർലൻഡിലെ ഗോൾവേ കൗണ്ടിയിലെ ടൂം എന്ന സ്ഥലത്തെ മദർ ആൻഡ് ചൈൽഡ് ഹോമിൽ സംഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളാണിത്. 2012 ഒരു ഹിസ്റ്റോറിയനായിട്ടുള്ള കാതറിൻ കോർലസ് തുടങ്ങിവെച്ച അവരുടെ റിസർച്ചിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുന്നത്. കാതറിൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഹോമിലെ അന്തേവാസികളായിട്ടുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ മറ്റു കുട്ടികളോട് സംസാരിക്കുകയോ സാധാരണ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികൾക്കൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചിന്തയും, മാത്രമല്ല 1970s ആ 2 കുട്ടികൾ ഈ ഹോമിലെ സ്വീവേജ് ടാങ്കിൽ ഡിസ്കവർ ചെയ്ത ഹ്യൂമൻ റിമെയിൻസിനെ പറ്റിയുള്ള ചിന്തയും, ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ കാതറിന് ചില സംശയങ്ങൾ തോന്നി. ഞാൻ മുമ്പ് പറഞ്ഞ ഹോമിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത് ആക്ച്വലി ഈ മദർ ആൻഡ് ചൈൽഡ് ഹോമിൽ നിന്നും സർവൈവ് ചെയ്ത ആളുകളുടെ വെളിപ്പെടുത്തലുകളാണ്. അവിടെ ജീവിക്കേണ്ടി വന്ന കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരും അവർ അവിടെ അനുഭവിച്ചത് വ്യക്തമായി ഓർക്കുന്നു. കാതറിൻ ഈ കാര്യം പബ്ലിഷ് ചെയ്ത് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഗവൺമെന്റിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ 2014 ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ആ സ്വീവേജ് ടാങ്ക് വീണ്ടും പൊളിക്കുകയും എക്സ്കവേഷൻ നടത്തുകയും ഈ എല്ലിൻ കഷ്ണങ്ങളുടെ സാമ്പിൾസ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ആൻഡ് ദ റിസൾട്ട് വാസ്, ഈ സാമ്പിൾസ് ഈ ഹോം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലേത് തന്നെയാണ്. കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു കാര്യം ഉറപ്പിക്കാം, മരണപ്പെട്ടു എന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങൾ ആ സ്വീവേജ് ടാങ്കിനുള്ളിലാണ്. ഈ വിഷയം ലോകത്തിൽ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായി. സംഭവത്തിൽ ഐറിഷ് ഗവൺമെന്റിന് പൊതുസമൂഹത്തിനോടും ഇതിലെ വിക്ടിംസിന്റെ പ്രിയപ്പെട്ടവരോടും മാപ്പ് പറയേണ്ടി വന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഒരിരുട്ടുമുറിയിൽ തള്ളിയിട്ട് പട്ടിണി കിടത്തി ജീവിതകാലം മുഴുവൻ ഒരു ട്രോമയിൽ ജീവിക്കാൻ ആ കുഞ്ഞുങ്ങളെ തള്ളിവിട്ടത് ഏത് മതഗ്രന്ഥം പറഞ്ഞിട്ടായിരിക്കും? ഒരു അമ്മയിൽ നിന്ന് അതിൻ്റെ കുഞ്ഞിനെ വേർപിരിക്കുന്നത് ഏത് ദൈവം പറഞ്ഞിട്ടായിരിക്കും? ഒരഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയാൻ മാത്രം എന്ത് തെറ്റാണ് ആ കുഞ്ഞുങ്ങൾ ചെയ്തത്? I'll see you on next Friday. Good night. Sweet dreams.